ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ മൂവിയിൽ പുതിയൊരു സാധനത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അതായത് ആങ്കർ ബീയിങ് എന്ന് പറഞ്ഞിട്ട്. സോ ആ ആങ്കർ ബീയിങ് എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഡെഡ്പൂളിൻ്റെ യൂണിവേഴ്സിൽ ലോഗൻ, നമ്മുടെ വൂൾവറിനാണ് ആ ആങ്കർ ബീയിങ്. അങ്ങനെ പുള്ളി മരിക്കേണ്ട ടൈം ആയിരുന്നില്ല അത്. അങ്ങനെ അപ്പോൾ ആ യൂണിവേഴ്സ്, അതായത് ഇപ്പോൾ നമ്മുടെ വൂൾവറിനെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു യൂണിവേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ യൂണിവേഴ്സ് ബീയിങ് രണ്ടാവാനാണ് ചാൻസ്. കാരണം ആങ്കർ ബീയിങ് ഓരോ യൂണിവേഴ്സിനനുസരിച്ചിട്ട് ഓരോരുത്തരായിട്ട് ചിലപ്പോൾ മാറാം. പക്ഷേ നെക്സസ് ബീയിങ് എന്ന് പറഞ്ഞിട്ട് ഫിക്സഡ് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ടാവും, അവർ തന്നെയായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വാണ്ട മാക്സിമോഫ്, പുള്ളിക്കാരത്തി സ്കാർലറ്റ് വിച്ചാണ്. വാണ്ട തന്നെയാണ് ഈ യൂണിവേഴ്സിൽ. അതേപോലെ എല്ലാ യൂണിവേഴ്സിലും വാണ്ട തന്നെയായിരിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ സ്പൈഡർമാൻസിനെ പോലെ ഒന്നും മുഖമൊന്നും മാറാതെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരാൾ തന്നെയായിരിക്കും. അതേപോലെ തന്നെയുള്ള ഒരു നെക്സസ് ബീയിങ് ആണ് മോളിക്യൂൾ മാൻ. ഈ മോളിക്യൂൾ മാൻ എല്ലാ റിയാലിറ്റിയിലും ഓരോരോ മോളിക്യൂൾ മാൻ ഉണ്ടാവും. അങ്ങനെ ഈ എല്ലാ മോളിക്യൂൾ മാനെയൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു ബോംബ് ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ ഡോക്ടർ ഡൂം ബിയോണ്ടോസിനെയൊക്കെ കൊല്ലുന്നത്. അത് വേറെ കഥയാണ്, അത് വിട്ടേക്ക്. പിന്നെ പലർക്കുള്ള വേറൊരു ഡൗട്ടാണ്, അതായത് ഇപ്പോൾ ചെയ്തിട്ടുണ്ടാവും വൂൾവറിൻ തിരിച്ച് ഈ യൂണിവേഴ്സിലേക്ക് വന്നെന്ന്. സോ ഈ വൂൾവറിൻ്റെ സ്പിരിറ്റ് ആ മരിച്ച വൂൾവറിൻ്റെ സ്പിരിറ്റാണെന്ന് ചിലപ്പോൾ ഡിറ്റക്ട് ചെയ്തിട്ട് വൂൾവറിൻ ഉണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ട് ചിലപ്പോൾ താനേ അത് ശരിയായിട്ടുണ്ടാവും. ഇനി പലർക്കുള്ളൊരു ഡൗട്ടാണ്, അതായത് നമ്മുടെ എർത്ത് 616 ആങ്കർ ബീയിങ് ആരാണെന്ന്. പലരും പറയപ്പെടുന്നത് അത് നമ്മുടെ അയൺമാൻ ആണെന്നാണ്. പക്ഷേ നമ്മുടെ കെവിൻ ഫൈഗി ചെറുതായിട്ടൊന്ന് ടീസ് ചെയ്തിട്ടുണ്ട്, അതായത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ആണ് ആ ആങ്കർ ബീയിങ് എന്ന്. സോ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇനി വരുന്ന പടങ്ങളിൽ അറിയാൻ പറ്റും. പക്ഷേ പ്രശ്നം അതല്ല. ഇപ്പോൾ